മലപ്പുറത്ത് ഭർത്താവ് ഫോണിലൂടെ തലാക്ക് ചൊല്ലിയെന്ന് 21-കാരിയുടെ പരാതി. സ്വന്തം കുഞ്ഞിനെയും ഭർത്താവ് തള്ളിപ്പറഞ്ഞതായി യുവതി പറയുന്നു. മാനസികവും ശാരീരികവുമായ പീഡനം സഹിക്കാനാകാതെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് പിന്നാലെ ഫോൺ ചെയ്ത് തലാക്ക് ചൊല്ലിയെന്ന് പറയുകയായിരുന്നു. നടുവട്ടം സ്വദേശിനിയുടെ പരാതിയിൽ എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദിനെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു. ഭർത്താവ് ക്രൂരമായി പീഡിപ്പിക്കുന്നതായും മൊബൈൽ ഫോണിലൂടെ കോൾ ചെയ്ത് തലാക്ക് ചൊല്ലിയതായും ചൂണ്ടിക്കാട്ടിയാണ് നടുവട്ടം സ്വദേശിനിയായ 21-കാരിയുടെ പരാതി. ഭർത്താവിന്റെ പീഡനം സഹിക്കാനാവാതെ സ്വന്തം വീട്ടിലേക്ക് പോയ യുവതിയെ ഷാഹുൽ ഹമീദ് ഫോണിൽ വിളിക്കുകയും ഇരുവരുടെയും കുഞ്ഞ് തന്റേതല്ലെന്നും ഉമ്മയുടെ മുന്നിൽ വെച്ച് തലാക്ക് ചൊല്ലുകയാണെന്നും പറഞ്ഞെന്നാണ് യുവതിയുടെ പരാതി. എന്റെ ഭർത്താവ് വിദേശത്തായിരുന്നു. അവര് പിന്നെ ജനുവരി 29 നാട്ടിലെത്തി 2 ദിവസം വീട്ടില് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം അവര് ഫോൺ ചെയ്ത് പറഞ്ഞത് എനിക്ക് ഞാൻ വേണ്ട, ഞാൻ എൻ്റെ ഉമ്മാന്റെ മുന്നിൽ നിന്ന് വെച്ച് തൊലാക്കില്ലാണ് അങ്ങനെ പറഞ്ഞ്. അത് കഴിഞ്ഞതിന് ശേഷം പള്ളി കമ്മിറ്റിക്കാര് 2 പള്ളി കമ്മിറ്റിയും കൂടെ അവര് ഒത്തുതീരുമാനത്തിന് വിളിച്ചെടുത്തപ്പോ അവര് പറഞ്ഞ് ഞാൻ അവളെ തൊലാക്കില്ലേക്കണ്, എനിക്ക് അവളെ വേണ്ടെന്നാണ് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 വർഷം മുമ്പ് വിവാഹിതരായ യുവതിയും ഷാഹുൽ ഹമീദും 1 വർഷമായപ്പോഴേക്കും അസ്വാരസ്യങ്ങൾ തുടങ്ങിയിരുന്നു. വിവാഹ സമയത്ത് നൽകിയ 15 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും കൈക്കലാക്കിയ ശേഷം സ്വർണം പോരെന്ന് പറഞ്ഞ് ഉപദ്രവം പതിവായി. ഉപദ്രവം തുടർന്നതോടെയാണ് സ്വന്തം വീട്ടിലേക്ക് പോയത്. എന്നാൽ തന്നോടാലോചിക്കാതെ വീട് വിട്ടു പോയതിലെ അമർഷം കാരണം ഇനി വേണ്ടെന്ന് പറഞ്ഞതല്ലാതെ ഫോണിലൂടെ തലാക്ക് ചൊല്ലിയിട്ടില്ലെന്നാണ് ഷാഹുൽ ഹമീദിന്റെ വിശദീകരണം. യുവതിയുടെ പരാതിയിൽ നിയമവിരുദ്ധമായി തലാക്ക് ചൊല്ലിയതിനും ശാരീരികമായി ഉപദ്രവിച്ചതിനും പോലീസ് കേസെടുത്തു. സ്വർണവും പണവും കബളിപ്പിച്ച് കൈക്കലാക്കിയതിനും ഷാഹുൽ ഹമീദിനെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.